എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വീണ്ടും തുടങ്ങാം. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു. അടുത്ത ശ്ലോകം നോക്കാം. പാതയാമാസ ജൈവാന്യാൻ ഖണ്ഡാസ്വന വിമോഹിതാൻ അസുരാൻ ഭുവിവാശേന ബദ്ധ്വാ ജാന്യാൻ അകർഷയത്. ഖണ്ഡാസ്വന വിമോഹിതാൻ. ഖണ്ഡ എന്ന് പറഞ്ഞാൽ മണിയാണ്. ശബ്ദം കൊണ്ട് വിശേഷേണ മോഹിപ്പിച്ച, ഇങ്ങനെ മണിയടിച്ച് ആ ശബ്ദം കൊണ്ട് മോഹിപ്പിച്ച. അന്യാൻ മറ്റു ചിലരെ, പാതയാമാസ ച ഏവ പതിപ്പിക്കുകയും ചെയ്തു എന്നാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കയ്യിൽ പിടിക്കുന്ന ചെറിയ മണിയായിരിക്കത്തില്ല. ആ ശബ്ദം കൊണ്ട് തന്നെ ബോധം കെട്ട് വീഴുന്ന അതുപോലെയുള്ള മണിയായിരിക്കും. അതുകൊണ്ട് ഖണ്ഡാസ്വന വിമോഹിതാൻ. ഖണ്ഡ മണിസ്വനം ശബ്ദമാണ്. ആ മണിയുടെ ശബ്ദം കൊണ്ട് തന്നെ വിമോഹിപ്പിക്കപ്പെടുക, അതായത് അത്ര ഭയങ്കരമായ ശബ്ദമായിരിക്കുമെന്ന് അർത്ഥം. അന്യൻ മറ്റു ചിലരെ പാതയാമാസ ച ഏവ പതിപ്പിക്കുകയും ചെയ്തു, അതായത് താഴെ വീഴുകയും ചെയ്തു. അന്യാൻ അസുരാൻ വേറെ ചില അസുരന്മാരെ പാശേന ബദ്ധ്വ, പാശേന കയറാൽ, കയറുകൊണ്ട് ബദ്ധ്വ കെട്ടിയിട്ട്, ഭുവി ആകർഷയച്ച ഭൂമിയിലിട്ട് വലിക്കുകയും ചെയ്തു എന്ന് അർത്ഥം. ഈ ഖണ്ഡ നിർഘോഷമു, അതായത് മണിയുടെ ശബ്ദം കൊണ്ട് ബോധഹീനന്മാരായി വീഴുകയും ചില അസുരന്മാർ ഭൂമിയിൽ പതിക്കുകയും ചെയ്തു. മറ്റു ചില അസുരന്മാരെ കയറുകൊണ്ട് കെട്ടി വലിക്കുകയും ചെയ്തു എന്നർത്ഥം. കേചിത് ദ്വിധാകൃതാസ്തീക്ഷ്ണൈ ഖഡ്ഗപാദൈസ്തഥാവരെ വിപോധിത നിപാതേന ഗതയാ ഭുവിശേരത്തെ. വിപോധിത നിപാതേന ഗതയാ ഭുവിശേരത്തെ. വേമുശ്ച കേചിദ്രുധിരം മുസലേന ഭൃശം ഹതാഹ. കേചിന്നിപതിതാ ഭൂമൗ ഭിന്നാഹ ശൂലേന വക്ഷസി. 4 വരികളുടെ നോക്കാം. കേചിത് ചില മഹാസുരന്മാർ എന്നാണ്. ചിലർ എന്ന് പറഞ്ഞാൽ ചില മഹാസുരന്മാർ. തീഷ്ണൈഹി എന്ന് പറഞ്ഞാൽ വളരെ തീക്ഷ്ണങ്ങളായ. ഖഡ്ഗപാതൈ വാള്, ഖഡ്ഗം വാളാണ്. ഖഡ്ഗപാതൈ വാൾ കൊണ്ടുള്ള ആഘാതം, അതായത് വെട്ടി പരിക്കേൽപ്പിച്ച്. ദ്വിധ രണ്ടാക്കപ്പെട്ടു എന്നാണ്. വാൾ കൊണ്ട് വെട്ടി ചില അസുരന്മാരെ രണ്ടാക്കി. തഥാ അപ്രകാരം അപരേ മറ്റു ചിലരെ ഗതയാ നിപാതേന ഗത കണ്ടുള്ള അടി കാരണം വിബോധിത എന്ന് പറഞ്ഞാൽ മർദ്ദിക്കുക, ഗത കൊണ്ട് അടിച്ച് അവരെ മർദ്ദിച്ചു എന്നുള്ള അർത്ഥമാണ്. ഭുവി ശേരത്തെ ഭൂമിയിൽ വീണു. ഭുവി ശേരതെ മീൻസ് ഭൂമിയിൽ വീണു. കേജിത് ച മുസലേന അതുപോലെ തന്നെ മറ്റു ചില. കേജിത് ച മുസലേന മുസലം ഇരുമ്പുലക്ക കൊണ്ടുള്ള അടിയേറ്റ്. ഭൃശം ഹത നല്ലവണ്ണം അടിയേറ്റിട്ട് താടിക്കപ്പെട്ടവരായിട്ട്. രുധിരം വേമു രുധിരം രക്തമാണ്. വേമുഹു ചോര ഛർദ്ദിച്ചു എന്നർത്ഥം. അതായത് അവരുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. കേജിത് മറ്റു ചിലർ ശൂലേന ശൂലം കൊണ്ട് വക്ഷസി മാറിടത്തിൽ ഭിന്നാഹ ഭേദിക്കപ്പെട്ട്. അതുപോലെ മാറിടത്തിലേക്ക് ശൂലം കൊണ്ട് കുത്തി എന്നാണ് അർത്ഥം. ഭൂമൗ നിപാതിതാഹ ഭൂമിയിൽ പതിച്ചു. നിപാതിതാഹ പതിച്ചു, അതായത് ഭൂമിയിൽ വീണു എന്നേ അർത്ഥമുള്ളൂ. ചില മഹാസുരന്മാർ ദേവിയുടെ മൂർച്ചയുള്ള വാൾ കൊണ്ട് വെട്ടി ആ വെട്ടിനാൽ രണ്ടാക്കി മുറിക്കപ്പെടുകയും അതുപോലെ മറ്റു ചിലർ ഗതയുടെ അടി കൊണ്ട് ഭൂമിയിൽ കിടക്കുകയും മറ്റ് ചിലർ ഇരുമ്പുലക്ക കൊണ്ടുള്ള അടിയേറ്റ് ചോര ഛർദ്ദിക്കുകയും മറ്റുള്ളവർ ശൂലം കൊണ്ട് മാറിടം ഒക്കെ പിളർന്ന് രക്തമൊലിപ്പിച്ച് ഭൂമിയിൽ വീഴുകയും ചെയ്തു എന്നർത്ഥം. ഇവിടെ യുദ്ധത്തിൻ്റെ ആ ഘോരമായ അവസ്ഥയാണ് കാണിക്കുന്നത്. എപ്രകാരം അസുരന്മാരെ ദേവി വധിച്ചു എന്നാണ്. അടുത്ത ശ്ലോകം. നിരാകൃതാഹ ശരൗഘേണ കൃതാ കേചിദ്രണാജിരേ സേനാനുകാരിണ പ്രാണാൻ മുമുജുസ്ത്രിദശാർദനാഹ. കേചിത് മറ്റു ചിലർ. സേനാനുകാരിണ ത്രിദശാർദനാഹ അഗ്രേസരന്മാരായ എന്ന് പറഞ്ഞാൽ വളരെ വീരപരാക്രമികളായ അസുരന്മാർ. രണാജിരെ ആ യുദ്ധത്തിൻ്റെ മുമ്പിൽ. ശരൗഘേണ ശരസമൂഹത്താൽ, ഒന്നും രണ്ടുമല്ല അനേകം ശരങ്ങളാൽ. നിരാകൃതാഹ കൃതഃ നിരാകൃതന്മാരായി തീർന്നു. അങ്ങനെ കൃതഃ എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടവരാക്കി. ഇവിടെ ആക്കി തീർത്തു എന്ന് പറഞ്ഞാൽ പ്രാണാൻ മുമുചുഹു എന്ന് പറഞ്ഞാൽ പ്രാണങ്ങളെ ഉപേക്ഷിച്ചു. ഇവിടെ നിരാകൃത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പം മനസ്സിലായി കാണാം. അതായത് ഇവിടെ അസുരന്മാർ ദേവിയുടെ ആക്രമണത്താൽ മരിച്ചു വീണു. പ്രാണങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ പ്രാണൻ പോയാൽ പിന്നെ എന്താണ് അവസ്ഥ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരസമൂഹത്താൽ നിരാകൃതന്മാരായി ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ ജീവൻ ത്യജിച്ച് അവർ യുദ്ധത്തിൽ നിന്നേ നിരാകൃതരാക്കപ്പെട്ടു എന്നർത്ഥം.
അടുത്തത് കേചിൻ സേനാനുകാരണ എന്ന് പറഞ്ഞാൽ സേനകളെ പിന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്നവരും ഉണ്ടല്ലോ. ഇവിടെ സൈന്യത്തിലെ മുൻപിൽ ചിലർ മുന്നിട്ട് യുദ്ധം ചെയ്യും, ചിലർ മുമ്പിൽ നിൽക്കാതെ സൈന്യത്തെ മുന്നിൽ വിട്ടിട്ട് ബാക്കിൽ മാറി നിൽക്കും. ഇവിടെ സേനാനുകാരണ പ്രാണാൻ മുമുജുസ്ത്രിദശാർദ്ദനാഹ, സേനകളെ പിന്നിൽ നിർത്തുക ശീലമായിട്ടുള്ളവരെയാണ് അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ശരൗഹം കൊണ്ട്, അതായത് ശരസമൂഹം കൊണ്ട് രോമകൂപം തോറും ഇങ്ങനെ അതായത് വളരെയധികം ശരങ്ങൾ ദേഹത്ത് പതിച്ചു എന്ന അർത്ഥമാണ്. ഈ മുള്ളുകൾ തറയ്ക്കുന്നത് പോലെ, മുള്ളൻ പന്നിയുടെ മുള്ളുകൾ തറയ്ക്കുന്ന പോലെ ശരങ്ങൾ തറച്ചു എന്നാണ് വേറൊരു ഗ്രന്ഥത്തിൽ കാണുന്നത്. അതുപോലെ അടുത്ത ശ്ലോകം നോക്കാം. കേഷാംചിൽ ബാഹവച്ഛിന്ന ഛിന്നഗ്രീവാസ്തഥാപരേ ശിരാംസി വേദുരന്യേഷാമന്യേ മധ്യേ വിദാരിതാഹ വിച്ഛിന്ന ജംഘാസ്തോപരേ പേതുരുർവ്യാം മഹാസുരഃ. ഇവിടെ നമുക്ക് നോക്കാം. കേഷാംചിത് ബാഹവഃ ഛിന്നാഹ, കേഷാംചിത് ചില അസുരന്മാരുടെ ബാഹുക്കൾ ഛേദിക്കപ്പെട്ടു. ഛിന്നാഹ ഛേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പല തുണ്ടമായി മുറിച്ചു കളഞ്ഞു എന്നർത്ഥം. തഥാ അവരെ അതുപോലെ മറ്റു ചിലരുടെ ഛിന്നഗ്രീവ, ഗ്രീവ കഴുത്താണ്. ഛിന്നഗ്രീവ എന്ന് പറഞ്ഞാൽ കഴുത്ത് ഛിന്നമായി എന്ന് പറഞ്ഞാൽ എന്താ, കഴുത്തും മുറിഞ്ഞുപോയി, മുറിക്കപ്പെട്ട കഴുത്തോടുകൂടി. അന്വേഷാം ശിരാംസി പേതു, മറ്റു ചിലരുടെ ശിരസ്സുകൾ താഴെ വീണു. പേതുഹു അന്വേഷാം ശിരാംസി പേതുഹു എന്ന് പറഞ്ഞാൽ മറ്റു ചിലരുടെ ശിരസ്സുകൾ പതിച്ചു എന്ന് പറഞ്ഞാൽ തല വെട്ടി താഴെയിട്ടു എന്നർത്ഥം. അന്യേ മറ്റു ചിലർ മധ്യേ വിദാരിതാഹ, മധ്യത്തിൽ കീറപ്പെട്ടവരായി. വിദാരിതാഹ എന്ന് പറഞ്ഞാൽ കീറി എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് വെട്ടി മുറിഞ്ഞുപോയി എന്നർത്ഥം. അപരേ മഹാസുരാഹ, അന്യന്മാരായ മഹാസുരൻ, മറ്റു ചില മഹാസുരന്മാർ. തു വിച്ഛിന്ന ജംഘാഹ, അതുപോലെ ജംഘ എന്ന് പറഞ്ഞാൽ കാലും ദേഹവും കൂടെ അരക്കെട്ട് ആ കാലുകൾ ചേരുന്ന ആ സ്ഥലമാണ്. വിച്ഛിന്ന ജംഘാഹ, ഖണ്ഡിക്കപ്പെട്ട കാലുകളോട് കൂടിയവരായിട്ട്. ഉർവ്യാം പേതുഹി, ഭൂമിയിൽ പതിച്ചു. അപ്പോൾ ഇവിടെ ഓരോ അസുരന്മാർക്കും എങ്ങനെയെല്ലാം പരിക്ക് പറ്റി താഴെ വീണു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചിലരുടെ കൈകൾ മുറിഞ്ഞുപോയി, അതുപോലെ ചിലരുടെ കഴുത്ത് മുറിഞ്ഞുപോയി, അതുപോലെ ചിലരുടെ ശിരസ്സുകൾ നിലത്ത് വീണു, ചിലരുടെ മധ്യഭാഗം തന്നെ കീറപ്പെട്ടവരായി വാളുകൊണ്ട്, ചിലരുടെ കാലുകൾ മുറിഞ്ഞ് ഭൂമിയിൽ വീണു. അതുപോലെ മധ്യേ എന്ന് പറഞ്ഞാൽ ഹൃദയഭാഗമാകാം, ശരീരത്തിൻ്റെ മധ്യഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഉറുവിയ ഭൂമിയിൽ എന്നാണ് അർത്ഥം കേട്ടോ. അടുത്തത് ഏകബാഹുക്ഷിചരണാഹ കേചിദ്ദേവ്യാ ദ്വിധാകൃതാഹ ഛിന്നേപി ജാന്യേ ശിരസി പതിതാഹ പുനരുദ്ധിതാഹ കബന്ധായുധുർദേവ്യ ഗൃഹീത പരമായുധാഹ. ഇനി കേചിത് ചിലർ, ദേവിയാൽ ഏകബാഹുക്ഷിചരണാഹ, ഒരു കൈയും കണ്ണും കാലും വീതമുള്ളവരാക്കി. എന്ന് പറഞ്ഞാൽ ഏകം ഒന്നാണ്. ബാഹു കൈ, അക്ഷി കണ്ണ്, ചരണം കാല്. അപ്പോൾ ചിലർ ഒരു കൈയും ഒരു കണ്ണും ഒരു കാലും വീതമുള്ളവരായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാലോ. മറ്റതെല്ലാം യുദ്ധത്തിൽ ഓരോന്ന് വീതം നഷ്ടപ്പെട്ടു. ദ്വിധാകൃതാഹ, രണ്ടായി ഖണ്ഡിക്കപ്പെട്ടു. അന്യേ ദ്വിധാകൃതാഹ അന്യേ, ചിലർ രണ്ടായി മുറിക്കപ്പെട്ടു, വേറെ ചിലർ. ശിരസി ഛിന്നേ അഭി, ചിലർ ശിരസ് മുറിക്കപ്പെട്ട അവസ്ഥയിലും. പതിതാഹ ച പുനഃ, വീണിട്ടും വീണ്ടും, പുനഃ വീണ്ടും. ഉദ്ധിത എഴുന്നേറ്റിട്ട്. ഗൃഹീത പരമായുധാഹ, ഉത്തമ ശസ്ത്രങ്ങളെ ഗ്രഹിച്ചുകൊണ്ട്. കബന്ധാഹ, കബന്ധങ്ങളായി. ശിരസില്ലാത്ത ബോഡിയാണ് കബന്ധങ്ങൾ എന്ന് പറയുന്നത്. ദേവ്യ യുധു, ദേവിയോടുകൂടി യുദ്ധം ചെയ്തു. ചില മഹാസുരന്മാർ ഈ ദേവിയുടെ ആക്രമണത്താൽ ഒറ്റ കൈയും കണ്ണും കാലും വീതമുള്ളവരാക്കി രണ്ടായി മുറിക്കപ്പെട്ടിട്ടും, അതുപോലെ തന്നെ വേറെ ചില അസുരന്മാർ ശിരസ് മുറിക്കപ്പെട്ട് ഭൂമിയിൽ വീണിട്ടും പിന്നെയും എഴുന്നേറ്റ് അവർ വീണ്ടും അസ്ത്രങ്ങൾ, ഉത്തമ ശസ്ത്രങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുവരെ യുദ്ധം ചെയ്ത അസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് അതിലും കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നിയ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും എടുത്ത് ദേവിയോട് കബന്ധങ്ങളായി എന്ന് പറഞ്ഞാൽ തലയില്ലാത്തവരും എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്തു എന്നർത്ഥം. അടുത്തത് ഇവിടെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ഈ ടെക്നിക്സൊക്കെ ഉപയോഗിച്ച് തലയില്ലാത്തവരും അതുപോലെ കൈ പോയവരും ഒക്കെ എഴുന്നേറ്റ് വളരെ, അതിൻ്റെ അർത്ഥം എന്താ, ഈ അസുരന്മാർക്ക് മാനുഷികമായ ശക്തിയാണുള്ളത്, സൂപ്പർ നാച്ചുറൽ പവർ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ യുദ്ധം ചെയ്യുന്നത്.
അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് മനക്കണ്ണുകൊണ്ട് ഇതെല്ലാം കാണാൻ പറ്റും അല്ലേ. അടുത്ത ശ്ലോകം നോക്കാം. നനൃതുശ്ചാപരേ തത്ര യുദ്ധേ തൂര്യലരാശ്രിതാഃ കബന്ധാ ഛിന്നചിരസ ഖഡ്ഗശക്തിഷ്ടിപാണയഃ തിഷ്ടതിഷ്ഠേതി ഭാഷന്തോ ദേവീമന്യേ മഹാസുരാഃ. തത്ര യുദ്ധേ അപരെ, ആ യുദ്ധത്തിൽ മറ്റു ചില അസുരന്മാർ, അപരെ എന്ന് പറഞ്ഞാൽ മറ്റു ചില അസുരന്മാർ, തൂര്യലയാശ്രിതാഹ, വാദ്യാദികളുടെ അന്യോന്യ സമതയെ ആശ്രയിച്ച്, അതായത് വാദ്യഘോഷങ്ങളോടുകൂടി എന്ന് ആദ്യം പറഞ്ഞിരുന്നു. പെരുമ്പറ, മൃദംഗം ഇതെല്ലാം അടിച്ച് ശബ്ദം കേൾപ്പിച്ച് ഘോരഘോരമായിട്ട് അവർ ആഘോഷിക്കുന്നു. അപ്പോൾ ചിലർ ആ വാദ്യഘോഷങ്ങളുടെ ആ ശബ്ദത്തെ അനുസരിച്ച് നനൃതു ച, നൃത്തം ചെയ്യുകയും ചെയ്തു. ഛിന്ന ശിരസഹ, ഛേദിക്കപ്പെട്ട ശിരസുകളോടുകൂടിയവർ. കബന്ധാഹ, കബന്ധങ്ങൾ. ഖഡ്ഗശക്തിഷ്ടിപാണയഃ, അതായത് ഖഡ്ഗം ശക്തിവേലാണ്, ഖഡ്ഗം വാൾ, ഇഷ്ടി പാണയഃ, രണ്ട് വശത്തും മൂർച്ചയുള്ള ഒരുമാതിരി വാൾ, ഇവയെ കൈകളിൽ പിടിച്ചുകൊണ്ട്. അന്യേ മഹാസുരാഹ, വേറെ ചില മഹാസുരന്മാർ, ദേവീം, ആ ദേവിയോട് തിഷ്ട എന്ന് പറഞ്ഞാൽ നിൽക്ക് നിൽക്ക്, ഇതി എന്ന് പറഞ്ഞ്, ഭാഷന്തഹ എന്ന് പറഞ്ഞുകൊണ്ടും യുദ്ധം ചെയ്തു. നിക്ക് പോകാൻ വരട്ടെ എന്ന് പറഞ്ഞ് ഈ കബന്ധങ്ങളായിട്ടുള്ളവരും ഈ ആക്രമണത്തിൽ മുറിവേറ്റവരും പരിക്ക് പറ്റിയവരും എഴുന്നേറ്റ് നിന്ന് വാളും അതുപോലെ അതിലും വലിയ ശക്തിയുള്ള ആയുധങ്ങളൊക്കെ വെച്ച് ദേവിയോട് പറഞ്ഞു നിൽക്ക് എന്ന് പറഞ്ഞ് യുദ്ധത്തിനായി ചെന്നു. അതുപോലെ തന്നെ ചിലർ വാദ്യഘോഷങ്ങളുടെ ശബ്ദങ്ങൾക്കനുസരിച്ച് നൃത്തം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഖഡ്ഗം, ഋഷ്ടി, ഇത് രണ്ടും വാളിൻ്റെ പര്യായ പദമാണ് ഋഷ്ടി എന്നുള്ളത്. ഋഷ്ടി നമുക്ക് അത്ര സുപരിചിതമായ വാക്കല്ല. പക്ഷേ ഖഡ്ഗശക്തിഷ്ടി പാണയഃ, അപ്പോൾ ഈ ഖഡ്ഗം സാധാരണ വാളും, ഋഷ്ടി എന്ന് പറഞ്ഞാൽ രണ്ടു വശത്തും മൂർച്ചയുള്ള ഒരുമാതിരി വാള് തന്നെയാണ് ഋഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും വാള് തന്നെയാണ്, ഒരു വിശേഷതരം വാള്. ഇനി ഖഡ്ഗങ്ങളെ കൊണ്ടും വേലുകളെ കൊണ്ടും വ്യാപിച്ചിരിക്കുന്ന കൈകളോട് കൂടിയവർ, ആയുധപാണികളായവർ എന്നേ അർത്ഥമുള്ളൂ ഇവിടെ. അടുത്ത ശ്ലോകം നോക്കാം. പാതിതൈരഥ നാഗാശ്വൈരസുരൈശ്ച വസുന്ധര അഗമ്യാസാ ഭവത്തത്ര യത്രാഭൂത് സമാഹാരണഃ. യത്രാഭൂത് സമാഹാരണഃ എന്ന് പറഞ്ഞിരിക്കുന്ന എത്ര, യാതൊരു ദിക്കിൽ, സ മഹാരണഃ അഭൂത്, ആ മഹായുദ്ധം ഭവിച്ചുവോ. തത്ര സാ വസുന്ധര, തത്ര അവിടെ, സാ അവൾ, വസുന്ധര എന്ന് പറഞ്ഞാൽ ഭൂമിദേവി, പാതിതൈ വീഴ്ത്തപ്പെട്ട, രഥ നാഗാശ്വൈഹി രഥങ്ങൾ, ആനകൾ, കുതിരകൾ, ച ഇവയെ കൊണ്ടും, അതായത് രഥങ്ങളെ കൊണ്ടും ആനകളെ കൊണ്ടും കുതിരകളെ കൊണ്ടും, അസുരൈഹി ച അസുരന്മാരെ കൊണ്ടും, അഗമ്യ അഭവത് ഗമിക്കാൻ പാടില്ലാത്തതായി ഭവിച്ചു. എവിടെ നോക്കിയാലും ഈ ആനകളുടെ മരിച്ച വീണ് കിടക്കുന്ന ആനകളും കുതിരകളും അതുപോലെ മുറിഞ്ഞുപോയ രഥങ്ങളും ഒക്കെയുള്ളൂ. അതുകൊണ്ട് ആ വസുന്ധര, ആ ഭൂമിയിൽ ഇവകളെ കൊണ്ട് മുന്നോട്ട് നടക്കാൻ പാടില്ലാത്ത അവസ്ഥ, അതായത് പോകാൻ പാടില്ലാത്ത അവസ്ഥയായി തീർന്നു എന്ന് അർത്ഥം. അടുത്തത് ശോണിതൗഘ മഹാനദ്യ സദ്യസ്തത്ര വിശുശ്രൂഹു മധ്യേ ജാസുരസൈന്യസ്യ വാരണാസുരവാജിനാം. തത്ര അവിടെ, അസുരസൈന്യസ്യ മധ്യേ അസുര സൈന്യങ്ങളുടെ മധ്യത്തിൽ, അതായത് നടുവിൽ, സദ്യ ക്ഷണത്തിൽ, നൊടി നേരം കൊണ്ട്, വാരണാസുരവാജിനാം, വാരണം ആന, അസുരന്മാർ, വാജിനാം കുതിരകളുടെ. അപ്പോൾ വാരണങ്ങളുടെയും അസുരന്മാരുടെയും വാജികളുടെയും ആനകളുടെയും അസുരന്മാരുടെയും കുതിരകളുടെയും ശോണിതൗഘ, അതായത് ശോണിതം രക്തമാണ്. ശോണിതൗഘ എന്ന് പറഞ്ഞാൽ രക്തക്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ എല്ലാം രക്തം ഒരു നദി പോലെ ആയി ഒഴുകിക്കൊണ്ടിരുന്നു. മഹാനദ്യ, വലിയ പുഴകളായിട്ട് ഒഴുകുകയും ചെയ്തു. വിശുശ്രൂഹു ച, ഇവരുടെ എല്ലാം, അതായത് ആനകളുടെയും അസുരന്മാരുടെയും കുതിരകളുടെയും ദേഹത്തു നിന്ന് മുറിവിൽ നിന്നൊഴുകിയ രക്തം മഹാനദികളായിട്ട് പ്രവഹിച്ചു എന്ന് അർത്ഥം. വിശേഷിച്ചും ആ യുദ്ധത്തിലെ അസുരസൈന്യങ്ങളുടെ നടുവിൽ ദേവിയോടുകൂടി യുദ്ധം ആരംഭിച്ച അവസരത്തിൽ തന്നെ ഇത് സംഭവിച്ചതാണല്ലേ. അപ്പോൾ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ പുഴകളായി തുടങ്ങി വലിയ നദികളായി മാറി രക്തം
പുഴയായി രക്തനദിയായി തീർന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകം. ക്ഷണേന തന്മഹാസൈന്യമസുരാണാം തഥാംബിക നിന്യേ ക്ഷയം യഥാ വന്യസ്തൃണദാരുമഹാജയം. വന്യഹി അഗ്നി തൃണദാരുമഹാജയം. വൈക്കോൽ തുറുവിൻ്റെ വലുതായ കൂട്ടത്തെ എന്നാണ്. തൃണം പുല്ലാണ്. ഇവിടെ വൈക്കോൽ എന്ന് പറയുന്നത് പുല്ലുകളുടെ കൂട്ടം എന്നല്ല. വൈക്കോൽ തുറു ഇങ്ങനെ കൂട്ടി വയ്ക്കത്തില്ലേ നമ്മൾ, അതുപോലെ പശുവിനൊക്കെ കൊടുക്കാൻ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം നമുക്ക് പശുവില്ല, കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. യഥാ തഥാ, യാതൊരു പ്രകാരമോ അപ്രകാരം. അതായത് വൈക്കോൽ തെറുവിൻ്റെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കൂട്ടി വെക്കുന്നതിനാണ്. അല്ലെങ്കിൽ നമുക്കറിയാം എന്ത് സാധനങ്ങൾ കൂട്ടി വെച്ചാലും അങ്ങനെ ഇരിക്കും. ഇവിടെ പുല്ല്, തൃണം പുല്ലാണ്, ഇവിടെ വൈക്കോൽ തെറു എന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും വേഗം. പുല്ല് നമ്മൾ കൂട്ടി വെക്കാറില്ല. അങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് യഥാ തഥാ. യഥാ എപ്രകാരമാണോ നമ്മൾ വൈക്കോൽ ഇങ്ങനെ കൂട്ടി വെക്കുന്നത്, അപ്രകാരം അംബിക, ആ ദേവി, അംബികാദേവി, ചണ്ഡികാദേവി, ക്ഷണനേരം കൊണ്ട് അസുരാണാം തത് മഹാസൈന്യം, അസുരന്മാരുടെ ആ വലിയ സൈന്യത്തെ ക്ഷയം നിന്യേ, നാശം പ്രാപിപ്പിച്ചു. അതായത് നാശം പ്രാപിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു. അസുരന്മാരുടെ ആ മഹാസൈന്യത്തെ ക്ഷണനേരം കൊണ്ട് നശിപ്പിച്ചു. അതായത് അഗ്നി വൈക്കോൽ തുറുവിൻ്റെ വലിയ കൂട്ടത്തെ, ആ വൈക്കോൽ കത്തിത്തീരാൻ ഒരുപാട് സമയം വേണ്ട, പുല്ലൊക്കെ. അതുപോലെ അത്ര നിമിഷ നേരം കൊണ്ട് ഇവിടെ ചണ്ഡികാദേവി അസുരന്മാരുടെ ആ മഹാസൈന്യത്തെ നശിപ്പിച്ചു എന്നേ അർത്ഥമുള്ളൂ. അടുത്ത ശ്ലോകം. സജസിംഹോ മഹാനാദമുസൃജൻ ധൃതകേസര ശരീരേഭ്യോ മരാരീണാമസൂനിവ വിജിന്വതി സഹ സിംഹ ച. ആ സിംഹവും, ദേവിയുടെ വാഹനമായ ആ ശ്രേഷ്ഠനായ സിംഹവും, ധുതകേസര, അത് ധുതകേസര എന്ന് പറഞ്ഞാൽ ഇളക്കപ്പെട്ട, ധുതം ഇളക്കപ്പെട്ട ജടകളോട് കൂടിയവനായി, തല ഇങ്ങനെ ആട്ടി കോപം കൊണ്ടും ജടകളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും ഇല്ലേ. മഹാനാദം ഉത്സൃജൻ, വലുതായി ഗർജനം ചെയ്തു, അതായത് വലിയ ശബ്ദത്തിൽ ഗർജിച്ചു എന്നർത്ഥം. അമരാരീണാം ശരീരേഭ്യ, അസുരന്മാരുടെ, അമരാരീണാം, അമരന്മാർ ദേവന്മാരാണ്, അമരന്മാരുടെ അസുരന്മാർ. അപ്പോൾ ഇവിടെ അസുരന്മാരുടെ ശരീരേഭ്യ, ശരീരങ്ങളിൽ നിന്ന്, അസൂൻ പ്രാണങ്ങളെ, വിചിന്വതി ഇവ അന്വേഷിക്കുന്നുണ്ടോ എന്ന് തോന്നുമാറ്. അതായത് ഇവിടെ സിംഹം അസുരന്മാരുടെ ശരീരങ്ങളിൽ പ്രാണനുണ്ടോ എന്ന് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരുടെ ശരീരത്താണ് ജീവനുള്ളത് എന്ന് നോക്കി അവരെയെല്ലാം ആക്രമിച്ചു എന്നേ അർത്ഥമുള്ളൂ. ദേവീവാഹനമായ സിംഹവും അങ്ങനെ സടകൾ കുടഞ്ഞ് വളരെയധികം കോപത്തോടുകൂടി ഗർജിച്ചുകൊണ്ട് അസുരന്മാരുടെ ശരീരങ്ങളിൽ പ്രാണൻ തിരയുന്നുണ്ടോ എന്ന് സംശയിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അവരെ, ജീവനുള്ളവരെ തേടിപ്പിടിച്ച് വധിക്കാൻ സജ്ജനായി നിന്നു എന്നർത്ഥം. ഇവിടെ അലങ്കാരമൊക്കെ ഉണ്ട്, നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ദേവ്യാഗണൈശ്ചതൈസ്തത്ര കൃതം യുദ്ധം തഥാസുരൈ യഥൈഷാം ദുഷ്ടൂർദേവ പുഷ്പവൃഷ്ടിമുജോ ദിവി. ദേവാഹ, ദേവന്മാർ, ദിവി പുഷ്പവൃഷ്ടിമുജുഹു, പുഷ്പവർഷം ചെയ്തുകൊണ്ട്. പുഷ്പവൃഷ്ടി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് പുഷ്പങ്ങൾ ഇങ്ങനെ ദേവന്മാർ അർച്ചിച്ചു. യേഷാം യഥാ തുഷ്ടു, ഈ ദേവിയെ യാതൊരു പ്രകാരം സ്തുതിച്ചുവോ, അതായത് ദേവിയെ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് സ്തുതിച്ചു. ദേവ്യാഹ ഗണൈഹി ച, ദേവ്യാഹ, ആ ദേവിയുടെ ഗണൈഹി, ദേവി മാത്രമല്ല ദേവിയുടെ ഓരോ ശ്വാസത്തിൽ നിന്നും മറ്റൊരു ദേവി പുറപ്പെട്ടു വന്ന് അങ്ങനെ ദേവിയുടെ ഗണങ്ങളുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ദേവിയുടെ ആ ഗണങ്ങളും ഈ ദേവിയും തത്ര തൈഹി അസുരൈഹി, ആ യുദ്ധത്തിൽ ആ അസുരന്മാരോടുകൂടി തഥാ യുദ്ധം കൃതം, അങ്ങനെ വളരെ വലിയ യുദ്ധം നടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ദേവലോകത്തിൽ ദേവകൾ ഇങ്ങനെ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് ദേവിയെ സ്തുതിക്കത്തക്കവണ്ണം ദേവിയുടെ ഗണങ്ങളും ആ അസുരന്മാരോടുകൂടി യുദ്ധം ചെയ്തു എന്നേ ഇവിടെ അർത്ഥമുള്ളൂ. വളരെ വലിയ യുദ്ധം നടക്കുന്നു. ദേവിയുടെ ഗണങ്ങളാൽ അസുരന്മാരോടുകൂടി ദേവകൾ സ്തുതിക്കപ്പെടത്തക്കവണ്ണം യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ സ്തുതിച്ചുകൊണ്ടിരുന്നു, പുഷ്പവൃഷ്ടി നടത്തി എന്ന് അർത്ഥം. ശ്രീദേവിയുടെ ഗണങ്ങളാൽ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. യുദ്ധഭൂമിയിൽ മഹാസുരന്മാരോടുകൂടി ദേവിയുടെ ഗണങ്ങളും ദേവി യുദ്ധം ചെയ്യുന്നത് പോലെ തന്നെ യുദ്ധം ചെയ്തു. ദേവന്മാർ പുഷ്പവർഷം ചെയ്തുകൊണ്ട് അവരെ സ്തുതിക്കുകയും ചെയ്തു. ദേവ്യാ ഗണൈഹി. ഓം ശ്രീ മഹാദേവിയേ നമഃ.
ഇതി ശ്രീമാർക്കണ്ഡേയപുരാണേ സാവണ്ണികേ മന്വന്തരേ ദേവീമാഹാത്മ്യേ മഹിഷാസുര സൈന്യവധോ നാമ ദ്വിതീയോധ്യായ. ഇവിടെ മഹിഷാസുര സൈന്യവധം എന്ന 2ാമത്തെ അധ്യായം സമാപിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാ ദുഃഖങ്ങളും ഓവർകം ചെയ്യാനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.